നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഫ്രം മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മളിന്ന് ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് ലുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ സാംസങ് ഗാലക്സി A50. ഞാൻ സാംസങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സാംസങ് ബഡ്ജറ്റ് ഫോണുകൾ കൊള്ളില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ആ ഒരു വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാം. ആ സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തത് ഞാൻ അക്സെപ്റ്റ് ചെയ്തതുമായിട്ടുള്ളൊരു കാര്യമാണ്. എ സീരീസിൽ A50 അല്ലെങ്കിൽ എ സീരീസിൽ A9 ഭയങ്കര ബോറായിരുന്നു, ഭയങ്കര വൃത്തിയുടെ ഫോണായിരുന്നു, ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു A9ൽ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ആയതാണ് A30യും A50യും. അതുപോലെ തന്നെയാണ് എം സീരീസും A സീരീസിലും കുറച്ചൊക്കെ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ സാംസങ് നമ്മുടെ ഈ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണിലേക്ക് ഒരുപാട് കയറി അല്ലെങ്കിൽ കാലെടുത്ത് വെച്ച് മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളെ പോലെ വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഡിവൈസാണ് A50 എന്ന് പറയുന്നത്. ഇതിൻ്റെ കറൻറ്റ്ലി പ്രൈസ് എന്ന് പറഞ്ഞാൽ 19,500 രൂപയാണ്, അതായത് ഏകദേശം 20,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഈ ഒരു ഡിവൈസിൽ ഒരുപാട് കൂൾ ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് ഒരു ഹൈ എൻഡ് സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന ഒരുപാട് കൂൾ ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പേര് A50 എന്നാണ് ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നതും ഈ ഫോൺ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ആ ഒരു ബോക്സ് കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. ഓൺ സ്ക്രീൻ അല്ലെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. അതായത് ഒരു ഹൈ എൻഡ് സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന അതേ സ്പെസിഫിക്കേഷൻസ് ഇതിനകത്തുണ്ട്. 4G ലൈറ്റാണ്, ഒക്ടാകോർ പ്രൊസസ്സറാണ് വരുന്നത്. അതായത് 6.4 ഇഞ്ച് ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 25 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ ട്രിപ്പിൾ റിയർ ക്യാമറ പിന്നീട് ഫ്രണ്ട് ക്യാമറ ആയിട്ട് വരുന്നത് 25 മെഗാ പിക്സലാണ്. 64 GB ഇൻറ്റർണൽ സ്റ്റോറേജ്, 4 GB റാം വേരിയൻ്റാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ബോക്സ് കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ ബോക്സിൻ്റെ അകത്ത് നമുക്ക് USB-C ആണ് വരുന്നത്. USB കേബിളും നമ്മുടെ ഡേറ്റ കേബിളും നമ്മുടെ യൂസർ മാനുവലും ഒരു ചാർജറും വരുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഒരു സിലിക്ക കേസും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ നമ്മുടെ S10 എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ, ഞാൻ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെയാണ്. ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു റെയിൻബോ കളർ ഷെയ്ഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സാംസങ് ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഇൻ ഫിസിക്കൽ. ഞാനത് എടുത്ത് പറയേണ്ടതാണ്, കാരണം ആ ലൈറ്റ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ കളർ ചേഞ്ച് ആവും. നോക്കി ഇതേ ഒരു ടെക്സ്ചറാണ് നമ്മുടെ S10ൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ട്രിപ്പിൾ ക്യാമറ അവിടെ കാണുന്നുണ്ട്. 25 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സലാണ്. തൊട്ട് താഴെ ഫ്ലാഷ് ഉണ്ട്, നമ്മുടെ ഒരു സാംസങ്ങിൻ്റെ ലോഗോയും ഉണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു നല്ലൊരു യൂണീക്ക് ആയിട്ടുള്ള ഡിസ്പ്ലേ, സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടും വളരെ നല്ല ഷാർപ്പ്നഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ വരുന്നത്. അതായത് ഞാൻ ഐക്കൺസൊക്കെ കുറച്ച് ലാർജ് ആക്കി ഇട്ടിരിക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ക്രിസ്പായിട്ടുള്ളൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. എനിക്കത് ആ ഡിസ്പ്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊതുവേ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സാംസങ് ആണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം നമ്മുടെ എബൌട്ട് ഫോൺ എടുക്കാം. എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് ആൻഡ്രോയിഡ് പൈ ആണ്, അതായത് ആൻഡ്രോയിഡ് പൈ 9 ആണ് വരുന്നത്, ആൻഡ്രോയിഡ് 9 ആണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റോറേജ്, അല്ലെങ്കിൽ സ്റ്റോറേജ് നമുക്കൊന്ന് എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. 64 GB നിന്ന് നമുക്ക് 15 GB നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അവൈലബിൾ ആയിട്ട് ഒരു 48 GB നമുക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് ഞാൻ ആകെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് വാട്സപ്പ് മാത്രമാണ്, വേറെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. പിന്നീട് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബയോമെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇതുവരെ സാംസങ്ങിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്. എത്രത്തോളം റെസ്പോൺസീവ് ആണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് വരുന്നത്. ഇത് നമ്മൾ OnePlus ഉള്ളതുപോലെ തന്നെ ഒരു ലൈറ്റ് അടിച്ചിട്ടുള്ള ഫിംഗർ പ്രിൻ്റാണ്. ഇതിന് പൊതുവെ എക്സ്പെൻസീവ് അല്ല ഇങ്ങനത്തെ ഫിംഗർ പ്രിൻ്റ്. ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം ഇങ്ങനെ ലൈറ്റ് വരാത്ത സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഫിംഗർ പ്രിൻ്റ് റീഡറും ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് പാടാണ് കേട്ടോ, കുറച്ച് സമയം കൺസ്യൂമിങ് ആണ്. നമ്മൾ നോർമലി ഇത് സെറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആണിത്. അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് റീഡർ എത്ര ഫാസ്റ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഒരുവിധം അക്യുറേറ്റ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. പക്കാ ഫാസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, അതായത് അത് സെൻസ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. OnePlus ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് OnePlus തന്നെയാണ് കുറച്ചുകൂടി ഫാസ്റ്റ്.
ഞാൻ ഇവിടെ തന്നെ ആദ്യമേ ഞാൻ ഫ്രാങ്കായിട്ട് പറഞ്ഞുള്ളതാണ്. OnePlus ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് OnePlus ആണ് കുറച്ചുകൂടി ഫാസ്റ്റ്. ഓക്കെ, അടുത്ത് നമുക്ക് ക്യാമറ നോക്കാം. ക്യാമറയുടെ കാര്യം നമുക്ക് 3 ക്യാമറയുണ്ട്. 3 ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയുടെ ഒരു സാമ്പിൾ നോക്കാം. ഞാൻ ഇവിടെ ഒരു A50യുടെ ഒരു സാധനം വെച്ചു. ക്യാമറ ക്വാളിറ്റി വൈസ് ഗ്രേറ്റ്, ബട്ട് എന്തൊക്കെയോ ഒരു ഉള്ളതുപോലെ. അത് ചിലപ്പോൾ ഇൻഡോർ എടുത്തതുകൊണ്ടായിരിക്കും. നമ്മളിത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് ഞാൻ ജസ്റ്റ് ഈ ഒരു ഡിവൈസിനെ പരിചയപ്പെടുത്തിയതാണ് നിങ്ങൾക്ക്. ഇതിനകത്ത് വേറൊരു സംഗതിയുണ്ട്. അതായത് നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് ഇവിടെ ഈ സെൽഫിയുടെ ഭാഗത്തായിട്ടൊരു ലൈറ്റ് കത്തും. നോക്കിക്കോ, ഉണ്ടോ? ആ സംഭവം അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ട് സാംസങ് ബഡ്ജറ്റ് റേറ്റിൽ ഇറക്കിയ ഒരു ഡിവൈസാണ് നമ്മുടെ A50 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ എന്തായാലും ഇടുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് ഐ ആം ഇംപ്രസ്ഡ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കൊള്ളാം, സംഗതി കൊള്ളാം, പൊളിച്ചു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവിൽ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ.